പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അതാതിൻ്റെ പ്രത്യക്ഷത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ അടയാളം കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ അങ്ങനെ മക്കളെ ആസ്വദിക്കുന്ന ലോകം മുഴുവനുള്ള മക്കൾ ഈ സമയത്ത് കർത്താവേ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണിച്ചേ. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഓരോ വ്യക്തികളെ കാണാൻ, അവർക്ക് ഓരോ രേഖകളുമായിട്ട് പോകാൻ, അവർക്ക് ഓരോ അവരുടെ യാത്ര പുറപ്പെടാൻ, അവരുടെ വാഹനങ്ങളിൽ പോകാൻ. ഇങ്ങനെ ഇന്നത്തെ പോർട്ട്ഫോളിയോ മുഴുവനും ഉത്തരവാദിത്തങ്ങളെല്ലാം കർത്താവെ നിനക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെടുന്നവരുണ്ട്, ചില കാര്യങ്ങൾ ഓർത്ത്, ചിലരെ ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്, ചില ജോലി സ്ഥലങ്ങളെ ഓർത്ത് മനസ്സ് ഇപ്പം തന്നെ ഭയപ്പെടുന്നവരുണ്ട്. കർത്താവെ, അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഐ കം വിത്ത് യു വെർ എവർ യു ഗോ എന്ന് പറഞ്ഞ അങ്ങയുടെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് അങ്ങയുടെ മക്കളുടെ കൂടെ ഇന്നത്തെ യാത്രയിൽ നീ സഹയാത്രികനാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി ഇന്ന് തിരിച്ചു വരുമ്പോൾ അവർ ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി അങ്ങയുടെ കൂടെ ഇൻസെൻറ്റീവ് കൊടുത്ത് അവർ വിചാരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർത്ത് എല്ലായിടത്തും വിജയമുണ്ടായി തിരിച്ചു വരാൻ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവ് പരിശുദ്ധ അമ്മ, നിൻ്റെ അമ്മ മധ്യസ്ഥ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ നാമം തന്നെ ഞാൻ ആശീർവദിച്ചയക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുന്നതിൻ്റെ അവകാശമാണ് എന്ന സൂചന നമുക്ക് ബൈബിളിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. ഞാനത് ഒരു ആധ്യാത്മിക വിരുദ്ധാർത്ഥത്തിൽ പറയുകയല്ല. ഈ വേർഡ് മെൽട്ടിങ്, വചന ഉരുക്കം, അതായത് എന്നൊരു വിഷയം ഞാൻ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചില്ലേ. അതായത് മുട്ട ചൂടുകൊണ്ട് വിരിയുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ. ഐസ് താപം ഏൽക്കുമ്പോൾ ഉരുകുന്നു. അതുപോലെ വചനം, ദൈവസ്നേഹം ഏൽക്കുമ്പോൾ വചനം ഉരുകും. നമ്മൾ ദൈവസ്നേഹത്തോടെയാണ് ബൈബിൾ വായിക്കുന്നതെങ്കിൽ വചനം ഉരുകാൻ തുടങ്ങും. ഉരുകി അലിഞ്ഞ് നമ്മുടെ നാവിലത് മധുരമായി പകരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് മത്തായിയുടെ സുവിശേഷം 6:32 വായിച്ചേ. നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന്
നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. അപ്പം നമ്മുടെ ആവശ്യമാണെന്നുള്ള സ്വർഗീയ പിതാവ് അക്രെഡിറ്റ് ചെയ്തു. ഇത് നിസ്സാര കാര്യമല്ല. താൻ സൃഷ്ടിച്ച മനുഷ്യനെ അതാത് കാലത്തിൻ്റെ മാനവികതയുടെ മാനദണ്ഡം അനുസരിച്ചുകൊണ്ട് മാന്യതയോടെ ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം. അതാണ് പറയുന്നത്. ഇതെല്ലാം എന്ന് പറഞ്ഞ വായിക്കുകയാണ്, നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു എന്ന് പറയുമ്പോൾ പിതാവ് ഈ വിഷയം അക്രെഡിറ്റ് ചെയ്തു, ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു നമ്മുടെ ആവശ്യങ്ങളെ. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായി അത് നമ്മുടെ അവകാശമായി മാറും. പിതാവ് അംഗീകരിച്ചതല്ല നമ്മുടെ അവകാശം. അതിൻ്റെ സൂചന, അതായത് ഈ മക്കൾ എങ്കിൽ അവകാശികളാണ് എന്ന് പറയുന്നത് സെന്റ് പോളൊക്കെ പറയുന്നത് ഈ അർത്ഥത്തിലാണ്. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ് ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇപ്പൊ നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുമെന്ന് പറയുമ്പോൾ പിതാവെന്നവിടെ ഈശോ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ മക്കളായി. മക്കൾ ആണെങ്കിൽ അവകാശികളാണെന്നുള്ളത് ആദിമസഭയുടെ ബോധമാണ്. പൊതുബോധം എന്നൊക്കെ പറയില്ലേ, ആദിമസഭയുടെ പൊതുബോധം. എന്താണ്? അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവകാശങ്ങളാണ്. ഇനി വരുന്ന ഒരു വെല്ലുവിളിയുണ്ട്. അവകാശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന സംഭവമുണ്ട്. എന്താണ്? കടമകൾ. അപ്പം അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവകാശം പ്രാപിക്കാൻ വേണ്ടി സ്വാഭാവിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? കടമകളാണ്. കടമകൾ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്താ? 1 കൊറിന്ത്യർ 9:16 എടുത്തേ. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. അപ്പം ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ള കടമ എന്ന് പറയുന്നത് സുവിശേഷം ജീവിക്കുക, സുവിശേഷം കൈമാറുക എന്നുള്ളതാണ്. ഈ വിഷയത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഒരു വ്യക്തി ദൈവാനുഗ്രഹം ഈസിയാക്കാനുള്ള, ലളിതമാക്കാനുള്ള ഏറ്റവും ഒരു നടപടിക്രമം എന്ന് പറയുന്നത് നമ്മുടെ കടമകൾ നമ്മൾ ഭംഗിയായി നിർവഹിച്ച് ദൈവത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. എന്താണ് അത്? അതായത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല. അത് എന്റെ കടമയാണ്. അതായത് എന്റെ വിഷയം വെച്ചാല് ഈ കടമ നമ്മൾ സ്നേഹത്തോടെ നിർവഹിച്ചു കഴിഞ്ഞാൽ, അതായത് സുവിശേഷ വിഹിതമായി ജീവിക്കുക, അത് സുവിശേഷം പ്രഘോഷിക്കുന്നതിനും തുല്യമാണ്. സുവിശേഷം മറ്റുള്ളവർക്ക് കൈമാറുന്നത് സുവിശേഷം പ്രസംഗിക്കുന്നത് തുല്യമാണ്. സത്യം പറഞ്ഞാൽ ഈ വിഷയം ഒന്ന് കറക്റ്റ് ചെയ്താൽ മറ്റുള്ളതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റാകും. ഓരോ ദിവസവും ഈ ഡെയിലി ബ്രെഡ് കൂടുന്നവരെ, അതുകൊണ്ട് മെച്ചമുണ്ടാക്കി നിങ്ങൾ വളരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രചാരകരായി മാറണം. നിർഭാഗ്യവശാൽ ഇത്രയും സുവിശേഷ വേലകളെല്ലാം നടന്നതിന് ശേഷവും സുവിശേഷം ബോധപൂർവം കൈമാറുന്ന
വളരെ 2% കത്തോലിക്കരെ നമ്മൾ കണ്ടെത്താൻ പറ്റുന്നുള്ളൂ. ഇതാണ് സഭയുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി. നിങ്ങളെ കൂടുതൽ സുവിശേഷകരുണ്ടാകാനും സുവിശേഷം ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാകാനും അങ്ങനെ ദൈവത്തിരുസന്നിധിയെ അനുഗ്രഹങ്ങൾക്കും അവകാശങ്ങൾക്കും യോഗ്യമാകാനും ബോധപൂർവമായ ശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകള് ഞങ്ങളുടെ അവകാശം പ്രാപിക്കാൻ കടമ നിർവഹിക്കുന്നതിന്റെ ഭാഗമായി സുവിശേഷ വേല ചെയ്യാനും സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പക്ഷെ അത് അവര് ഏജൻസി പറഞ്ഞ ഡേറ്റിനെക്കാട്ടിലും താമസിച്ചാണ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞത്. ബട്ട് അവിടെ മാതാവ് തിരുക്കുമാരനും എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് എൻ്റെ ആ 2 പ്രോസസ്സിങ്ങും താമസിച്ചാണേലും ഒരുമിച്ച് അത് പേപ്പർ വർക്ക് നടത്തി തന്ന് അങ്ങനെ വിസയുടെ കാര്യങ്ങളെല്ലാം നടന്നു. ഇപ്പം ഈ മാസം 25-ാം തീയതി ഞാൻ UK പോകാനായിട്ട് എൻ്റെ ടിക്കറ്റും വിസയും റെഡിയായി. പിന്നെ രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് എൻ്റെ കല്യാണത്തിൻ്റെ ഇതാണ്. എൻ്റെ കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു വീട്ടിൽ. കാരണം ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടതുകൊണ്ട് ഫണ്ടൊന്നും റെഡി ആവുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ എന്ത് ചെയ്യുമെന്ന് അമ്മ വിചാരിച്ചിരുന്ന സമയത്താണ് അമ്മ 2ാമത് വന്ന് ഉടമ്പടി പുതുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് മാതാവും തിരുക്കുമാരനും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെ തന്നെ ഞങ്ങൾക്ക് ഫണ്ടും ഫിനാൻഷ്യൽ സപ്പോർട്ടും നൽകി അനുഗ്രഹിച്ചു. 1 രൂപ പോലും കടവില്ലാതെ കല്യാണം വളരെ നന്ദിയായി മാതാവും തിരുക്കുമാരനും നടത്തി തന്നു. 3ാമതായി 6 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ സമയത്ത് വേറെ നല്ല സൗകര്യപ്രദമായിട്ടുള്ളൊരു വീട് വാടകയ്ക്കെടുത്ത് മാറണമെന്ന് ഞങ്ങൾ വിചാരിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് ഇങ്ങനെ കുറേ വീടുകൾ അന്വേഷിച്ചു. പക്ഷേ ഒരു വീടൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ മാതാവിനോടും തിരുക്കുമാരനോടും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിൽ തന്നെ താമസിക്കുവാൻ അമ്മയുടെ ആങ്ങളെയും കുടുംബവും ഞങ്ങളെ അവിടെ ക്ഷണിക്കുകയും അവർ ഫാമിലിയായിട്ട് UK പോയി സെറ്റിലാവാൻ പോയ സമയമായതുകൊണ്ട് അവർ പറഞ്ഞു വേറെ വാടക വീടൊന്നും അന്വേഷിക്കേണ്ട, നിങ്ങൾ 1 രൂപ പോലും വാടക കൊടുക്കാതെ ഇവിടെ വന്ന് താമസിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മയുടെ സ്വന്തം കുടുംബ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് 1 രൂപ പോലും വാടക കൊടുക്കാനിടയാകാതെ താമസ സൗകര്യം കിട്ടി. 4ാമതായി എനിക്ക് പറയാനുള്ള എൻ്റെ അനിയത്തിയുടെ കാര്യമാണ്.
അവൾ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുമായിരുന്നു. അപ്പം അവളുടെ പഠിത്ത സമയത്ത് പഠിത്ത കാര്യങ്ങളിൽ അവൾക്ക് എപ്പോഴും തലവേദനയും അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കാനൊക്കെ വളരെ ഭാരപ്പെടുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് അമ്മ ഉടമ്പടി വീണ്ടും മൂന്നാമതായി പുതുക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഇതായി നല്ല മാർക്കോടുകൂടി അവൾ ഡിഗ്രി പാസ്സായി. ഇത് എത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ അമ്മ എങ്ങനെയാണ് ചെയ്തേ? അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൃപാസന പത്രം വാങ്ങിച്ച് അമ്മ അത് വിതരണം ചെയ്യുകയും അതുകൂടാതെ അമ്മ രോഗികളെ സന്ദർശിക്കുകയും പറ്റുമ്പോഴൊക്കെ മെഡിക്കൽ കോളേജുകളിൽ പൊതിച്ചോറ് നൽകി അമ്മ സഹായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അമ്മ പ്രേക്ഷിത വേലയും കാരുണ്യ പ്രവർത്തികളും ഒക്കെ ചെയ്തത്. എൻ്റെ പേര് ലിസി ബെന്നി എന്നാണ്. പാലായിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യം പറയാനാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് 23 വർഷമായിട്ട് ഒരു കിടപ്പാടം കിട്ടാൻ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വീതം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി കഴിയുകയായിരുന്നു. മാതാവിൻ്റെ പത്രം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിച്ച് സാക്ഷ്യങ്ങൾ വായിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 23 വർഷം കഴിഞ്ഞപ്പോൾ 4 സെൻറ്റ് സ്ഥലം അമ്മ തരികയും അത് പെരപണിയാൻ വീതി ഇല്ലാതെ നീളം മാത്രമുള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇവിടെ 14/12/2022 ഡിസംബർ മാസം ഞാൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് 4 സെൻറ്റ് സ്ഥലം വിൽക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് പുതുക്കാൻ വന്നപ്പോൾ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചോ? സ്ഥലം വിൽക്കാൻ വരുന്നവരെല്ലാം വേണ്ടെന്നും പറഞ്ഞ് പോവുകയായിരുന്നു. ഇപ്പം മാർച്ച് 15-ാം തീയതി ഞാൻ പുതുക്കാൻ വന്നപ്പോൾ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മയെ മാതാവെ ഏപ്രിൽ മെയ് ജൂൺ മാസമാകുമ്പോഴെങ്കിലും എനിക്കത് വിൽക്കാൻ സാധിച്ചു തരണമേ എന്നും പറഞ്ഞ് ഞാൻ ആ സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി മാതാവിൻ്റെ ആരാധന ചാപ്പലിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും മാതാവിനെ മുട്ടിച്ചു കൊണ്ടുപോയി 5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 4 സെൻറ്റ് സ്ഥലം എനിക്ക് വിൽക്കാൻ ആൾ വന്ന് എനിക്ക് അന്നേരം തന്നെ അഡ്വാൻസ് 1001 രൂപ തരികയും മാർച്ച് 31-ാം തീയതി തന്നെ അത് വിറ്റ് പോവുകയും ചെയ്തു. പ്രാർത്ഥിച്ച് അമ്മ തന്ന സ്ഥലം പ്രാർത്ഥിച്ച് വിൽക്കാൻ വന്നപ്പോൾ ഞാനിങ്ങ് പോരുന്നതിൻ്റെ 14-ാം തീയതി വൈകുന്നേരം ചെന്ന് ഉപ്പ് വെതറി പ്രാർത്ഥിച്ച് 15-ാം തീയതി പുതുക്കാൻ വന്നപ്പോഴാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് ആധാരവും ഞാൻ മാതാവിനെ മുട്ടിച്ച് കഴിഞ്ഞപ്പോൾ 15-ാം തീയതി 20-ാം തീയതി തന്നെ വന്ന് എൻ്റെ സ്ഥലം കച്ചവടമാകുകയും 30-ാം തീയതി ആധാരം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് 5-6 സെൻറ്റ് സ്ഥലം വേറെ വാങ്ങാനുള്ള അനുഗ്രഹം തരണമേ മാതാവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഉടൻ തന്നെ മാതാവ് എനിക്ക് ഏപ്രിൽ 1-ാം തീയതി തന്നെ എനിക്ക് അഡ്വാൻസ് കൊടുക്കാൻ സാധിക്കുകയും 10-ാം തീയതിക്ക് മുമ്പ് തന്നെ 4-5 സെൻറ്റ് സ്ഥലം ചോദിച്ച എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ദൈവകുമാരനും എനിക്ക് തന്നത് 20 സെൻറ്റ് സ്ഥലമാണ്. എനിക്ക് ഒരുപാട് നിറച്ച് കുലുക്കി തികച്ച് എനിക്ക് എൻ്റെ മാതാവ് തന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാതെ എനിക്ക് നല്ല 20 സെൻറ്റ് സ്ഥലം വീതിയും നീളവും വഴി സൈഡും കൂടി ആണ് എനിക്ക് തന്നത്. എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നത് എൻ്റെ ഭർത്താവ് 6 വർഷം കഴിഞ്ഞപ്പോൾ മരിച്ചു പോയതിൻ്റെ പേരിൽ അമ്മയ്ക്ക് തരാൻ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക് പൊക്കോളാൻ പറഞ്ഞാണ് എന്നെയും 2 കുഞ്ഞുങ്ങളെയും, മോന് 7 വയസ്സും മോൾക്ക് 1.5 വയസ്സുമുള്ള കുഞ്ഞുമായി ഞാൻ ജീവിച്ച് എനിക്ക് 23-ാമത്തെ വർഷമാണ് അത് കിട്ടിയതും വാങ്ങിയതും. എൻ്റെ മാതാവിന് ദൈവകുമാരന് 1000 നന്ദി പറഞ്ഞാൽ തീരാത്ത അനുഗ്രഹമാണ് എനിക്ക് 2 മാസം കൊണ്ട് എനിക്ക് മാതാവ് തന്നത്.
അതേപോലെ തന്നെ എൻ്റെ മകന് 25 വർഷമായിട്ട് വയസ്സുള്ള കുഞ്ഞാണ്. അവൻ കുടിയും വലിയും പറഞ്ഞയച്ച് അനുസരണക്കുറവുമുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. സമയം പോയി വീട്ടിൽ വരും. ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. കൂട്ടുകെട്ടുകൾ ഇച്ചിരി കൂടുതലായിരുന്നു. ഞാൻ ആരോടും പറയുകയില്ല. എൻ്റെ മാതാവിനോട് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. കൃപാസനത്തിൽ വന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് തൈലം തൂക്കുമ്പോൾ അവൻ ചോദിക്കും, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേന്ന്. എങ്കിലും ഞാൻ തൂക്കും. അങ്ങനെ തൂത്തിൻ്റെ ഫലമായി വീണ്ടും കൂടി വന്നിരുന്നപ്പോൾ ഞാൻ മാതാവിനോട് ഒരു നിയോഗം വെച്ചു. ഈ 2023 ഡിസംബർ പോകുന്നതിന് മുമ്പ് തന്നെ മാതാവേ, ഈ കൂട്ടുകെട്ടിൽ നിന്ന് അവനൊരു ജോലിയായി തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിച്ച് 8 ദിവസം പോലും തികയുന്നതിന് മുമ്പ് കഴിഞ്ഞ ശനിയാഴ്ച എൻ്റെ മകന് ഒരു ജോലിക്ക് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞ് ശനിയാഴ്ച എറണാകുളത്തിന് പോയി. അന്ന് പറഞ്ഞു വ്യാഴാഴ്ച വിസ വന്നു. അന്ന് തന്നെ ടിക്കറ്റും ശരിയായി. ഈ ശനിയാഴ്ച വൈകുന്നേരം നെടുമ്പാശ്ശേരി കൊണ്ടുപോയി ഒമാൻ എന്ന സ്ഥലത്ത് ജോലിക്ക് പറഞ്ഞു വിട്ടു. തിങ്കളാഴ്ച ജോലിക്കും കയറി. 1000 നന്ദി. മാതാവിനോട് പറഞ്ഞ തീരെയല്ലാത്ത അനുഗ്രഹങ്ങളാണ് എന്നെ എൻ്റെ 2 കുഞ്ഞു മക്കളെയും മാതാവ് രക്ഷിച്ചത്. പിന്നെ ഞാൻ പ്രേക്ഷിത വേല ചെയ്തത്. പ്രായമായവർ എൻ്റെ അയൽവക്കത്ത് ഒരുപാട് പേരുണ്ട്. അവരെ പറ്റുന്ന രീതിയിൽ കൂടെ സഹായിക്കും. അവർക്ക് ഭക്ഷണം കൊടുക്കും. അവിടെ ഡ്രസ്സ് അലക്കി കൊടുക്കും. പിന്നെ എന്നെ പൈസ കുറവായതിനാൽ മറ്റുള്ളവരോട് പറഞ്ഞ് അവർക്ക് മരുന്നും ബെൽറ്റുകളെ അങ്ങനെ ചെയ്യാറുണ്ട്. പേപ്പർ 15 കിലോമീറ്റർ അകലെ കുറവലങ്ങാട് കടകളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമാണ് ഞാൻ വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞ് നേഴ്സിങ്ങിന് പോയ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ വിടണം, പൈസ ഇല്ല എന്ന് പറഞ്ഞു. എന്നെ പറ്റുന്ന രീതിയിൽ അവരുടെ സ്വർണവും എൻ്റെ സ്വർണവും കൂടി പണയം വെച്ച് എൻ്റെ ബാങ്കിൽ പണയം വെച്ച് ഞാൻ അവരെ സഹായിച്ച് അവരെ അഡ്മിഷന് ചേർത്തു. പിന്നെ ഭർത്താവില്ലാതിനാൽ എൻ്റെ അയൽവാസികളും എല്ലാവരുടെയും സഹായത്തോടെയാണ് ഞാൻ ഇന്നും ജീവിച്ചു പോകുന്നത്. മാതാവിൻ്റെ അനുഗ്രഹത്താൽ. എൻ്റെ പേര് രഞ്ജു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ പഠിച്ചിറങ്ങിയത് 2008 പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2014 മുതൽ യൂറോപ്യൻ കൺട്രിയിലൊക്കെ പോകാൻ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ. അതിനുവേണ്ടി ഞാൻ ഒത്തിരി പ്രാവശ്യം IELTS ഒരു 7 പ്രാവശ്യമെങ്കിലും എഴുതിയിട്ടുണ്ട്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. 7 പ്രാവശ്യമെങ്കിലും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഓരോരോ കാരണങ്ങൾ എനിക്ക് ഓരോ പ്രാവശ്യവും പല പല സ്കോറാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു, 2019 ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ഞാനിനി OET ട്രൈ ചെയ്യാമെന്ന്. പക്ഷേങ്കിൽ അങ്ങനെ OET ട്രൈ ചെയ്യാൻ വേണ്ടി മാത്രം പറ്റത്തില്ല, എന്നാലും നമ്മുടെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് ആകുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവിടുത്തെ തിരക്കൊക്കെ കാരണം എനിക്ക് OET പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുമുണ്ട്. പക്ഷേങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ പഠിക്കാനോ എഴുതാനോ ഒന്നും പറ്റിയില്ല. എന്നാലും ഞാൻ 2021 ഡിസംബറിൽ ഞാൻ എക്സാം എഴുതി OET. ആദ്യം ഒന്ന് എഴുതി, കിട്ടിയില്ല. ഞാൻ റീമാർക്കിങ്ങിന് കൊടുത്തു, കിട്ടിയില്ല. പിന്നെ ഞാനത് റിപ്പീറ്റ് നവംബറിൽ എഴുതി, പിന്നെ ഡിസംബറിൽ ഒന്നുകൂടെ എഴുതി 2022. അതിലെനിക്ക് സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും B സ്കോർ കിട്ടി. അപ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ പറ്റി കേൾക്കുന്നതും ഞാൻ അല്ലാതെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ആണ് രണ്ടാമത് എക്സാം എഴുതിയത്. അത് കഴിഞ്ഞ് 2022 ജാനുവരി 1-ാം തീയതി ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞാണ് എൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ എനിക്ക് സ്പീക്കിംഗ് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും B സ്കോർ കിട്ടി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പക്ഷേ പിന്നെയും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല, 3ാമതൊരു പ്രാവശ്യം കൂടെ. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് നാട്ടിൽ കൊണ്ടുവന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് പഠിപ്പിച്ച്
പിന്നെ എന്നെ ഡിസംബറിൽ, അതായത് 2023 ഡിസംബറിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അച്ഛൻ തന്ന കാശ് രൂപമൊക്കെ ആയിട്ട് എക്സാമിന് പോയിരുന്നു എഴുതി. ആ എക്സാമിന് എനിക്ക് റൈറ്റിങ്ങിന് C കിട്ടി. ബാക്കി എല്ലാത്തിനും എനിക്ക് B സ്കോർ കിട്ടി. അങ്ങനെ ഇരുന്നപ്പോഴാണ്, അപ്പം ഞാൻ ഇവിടെ എക്സാം ലാസ്റ്റ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എന്നെ എക്സാം എഴുതിക്കരുത്, ഇത് അവസാനമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഈ C കിട്ടിയപ്പം എനിക്ക് പിന്നെയും വിഷമമായി. അപ്പം ഞാൻ കുറ്റമൊന്നും പെടുത്തിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റുകൾ ഇനിയും എന്നിൽ തിരുത്താനുണ്ടായിരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ എക്സാം എഴുതാൻ വേണ്ടി മനസ്സിനെ ഒരുക്കി.